അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 88. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക. സദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂറത്തു ശർഹിലെ 1-ാമത്തെ വചനമാണ് ഇന്ന് നാം വിശദീകരിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു ചോദിക്കുകയാണ്, നബിയെ, തങ്ങൾ വേണ്ടി നാം വിശാലമാക്കി തന്നില്ലയോ? സ്വദ്റക് എന്താണ് ഇതിന്റെ അർത്ഥം? മഹാന്മാർ വിശദീകരിക്കുന്നു, ജഅൽനാഹു ഫസീഹൻ റഹീബൻ വാസിയ. അത് വിശാലമാക്കി തന്നു, നെഞ്ചിനെ നാം വിശാലമാക്കി തന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ എത്ര വലിയ വിഷയങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്ന പരുവത്തിൽ നബിയെ തങ്ങളുടെ ഹൃദയത്തെ നാം പാകപ്പെടുത്തി തന്നു. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയ യശ്റഹ് സ്വദ്റഹു ലിൽ ഇസ്ലാം. അള്ളാഹു വഴി കാണിക്കണമെന്ന് ഉദ്ദേശിച്ച മനുഷ്യന്റെ ഹൃദയത്തെ അള്ളാഹു ഇസ്ലാം ഉൾക്കൊള്ളാൻ പറ്റിയ രൂപത്തിൽ പാകപ്പെടുത്തും എന്ന് സൂറത്തുൽ അൻആമിന്റെ 125-ാം വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിയുണ്ടായിട്ടും കാര്യമില്ല, എത്ര അറിവുണ്ടായിട്ടും കാര്യമില്ല, ഭൗതികപരമായ വിവരങ്ങളൊക്കെ എത്ര ഉണ്ടെങ്കിലും സത്യത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇസ്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ നെഞ്ചിനെ വിശാലമാക്കിയില്ലെങ്കിൽ ഇസ്ലാമിന്റെ യുക്തിഭദ്രമായ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ മാത്രം ചിലപ്പോൾ മനുഷ്യന്റെ നെഞ്ച് വിശാലമാവുകയില്ല. അവരാ പലപ്പോഴും ഇസ്ലാമിലെ ആ നിയമം അത് ബുദ്ധിപരമല്ലല്ലോ, ഇത് യുക്തിഭദ്രമല്ലല്ലോ, ഹിതമല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. കാരണം അള്ളാഹുവിന്റെ നിയമ വ്യവസ്ഥിതികളുടെ യുക്തിയിലേക്ക് ഉയർന്നു ചിന്തിക്കാൻ മാത്രം അവരുടെ ഹൃദയം വളർന്നിട്ടില്ല എന്നർത്ഥം. അതേസമയം അങ്ങനെ വളർന്നിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ നിയമങ്ങളിലെ യുക്തികളെ കണ്ടെത്താൻ കഴിയും. അത് കണ്ടെത്താൻ കഴിഞ്ഞ, അള്ളാഹുവിന്റെ നിയമവശങ്ങളുടെ മുഴുവൻ ഹിക്മത്തുകളും മനസ്സിലാക്കാൻ പറ്റിയ, ശർഹു സദ്ർ കിട്ടിയ, അതിനുള്ള ഇൻശിറാഹു സദ്ർ, ഹൃദയ വിശാലത ലഭിച്ച, അതെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന പാകത്തിൽ ഹൃദയം അള്ളാഹു ഒരുക്കിയ ഒരേ ഒരു വ്യക്തിയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നബിയെ, ഈ വിശുദ്ധ ഖുർആൻ നാം ഇറക്കിയത് തങ്ങളുടെ ഹൃദയത്തിനുമേലാണ് ഇറക്കിയത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. അപ്പൊ ഖുർആൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന പാകത്തിലേക്ക് തിരുനബിയുടെ ഹൃദയത്തെ പാകപ്പെടുത്തി എന്നർത്ഥം. ഇനി മാത്രമല്ല, എത്ര കട്ടിയുള്ള വിഷയങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ നെഞ്ചു വിശാലമാക്കി എന്ന് പറഞ്ഞതുപോലെ മറ്റൊരാശയം, ഏത് മല പോലെയുള്ള പ്രശ്നങ്ങളുടെ മുമ്പിലും തങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവും, ക്ഷമിക്കാനുള്ള മനക്കരുത്ത് നൽകി. എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ്, സഹിക്കാനുള്ള സഹനശേഷി അള്ളാഹു നൽകി. അതാണ് അലം നശ്റഹ് ലക സദ്റക. ചെറിയ മനസ്സിന്റെ ഉടമകൾ ചെറിയ ഒരു പ്രതിസന്ധിക്ക് മുമ്പിൽ ആത്മഹത്യ മാത്രം മാർഗമായി കാണും. അതേസമയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ കണ്ടില്ല. അള്ളാഹുവിന്റെ ഹബീബ് വലിയ വലിയ പർവ്വതങ്ങളെ വെല്ലുന്ന പീഡനങ്ങളെ അതിജയിച്ചവരാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ത്വായിഫിൽ നിന്നുള്ള മടക്കയാത്രയിൽ തിരുനബി അനുഭവിച്ച സംഭവങ്ങൾ, ആ സമയത്ത് ആ 2 മലകൾക്കിടയിലിട്ട് ഞാൻ അവരെ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പം മലക്കുൽ ജിബാലിനോട് വേണ്ട എന്ന് പറഞ്ഞ പ്രതികരണം, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അവിടെയൊക്കെ റസൂലുള്ളാഹിയുടെ വിശാല മനസ്സ്, ഏത് കൊടിയ ശത്രുവിനും മാപ്പ് കൊടുക്കാനുള്ള വിശാല മനസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നു. അലം നശ്റഹ് ലക സദ്റക. നബിയെ, തങ്ങളുടെ ഹൃദയത്തിന് ഈ വിശാലത നൽകിയത് നമ്മളല്ലയോ? അള്ളാഹു ചോദിക്കുന്നു. ഒരഅറാബി വന്ന് മസ്ജിദുൻ നബവിയിൽ, മദീനത്തെ പള്ളിയിലേക്ക് കയറി. അറാബി എന്ന് പറഞ്ഞാൽ ഗ്രാമീണനാണ്. എന്താണ് സംസ്കാരം എന്നറിയില്ല, ഒന്നും അറിയില്ല. അയാൾ ഓടി വന്നു, പള്ളിയിൽ കയറി നിന്ന ഉടനെ മുണ്ട് പൊക്കിയിട്ട്, അന്നത്തെ പള്ളിയുടെ അടിഭാഗം മണൽ ഭൂമിയാണ്, ആ മണൽ ഭൂമിയിലേക്ക് അയാൾ അങ്ങ് മൂത്രിച്ചു. ഇന്ന അറാബിയൻ ബാല ഫിൽ മസ്ജിദ് ഫസാറ ഇലൈഹി നാസ് ലിയഖഉ ബിഹി. ജനങ്ങളെല്ലാം കൂടെ അയാളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി, അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ അദ്ദേഹത്തിന്റെ നേരെ ചാടിയപ്പോൾ മുത്തുനബി അവരോട് പറഞ്ഞു, ദഊഹ് വഅഹ്രീഖു അലാ ബൗലിഹി ദനൂബൻ മിമ്മാ.
നിങ്ങൾ അയാളെ വെറുതെ വിട്ടേക്കുക. അയാളുടെ മൂത്രത്തിനുമേൽ നിങ്ങൾ ഒരു തൊട്ടി വെള്ളം, ഒരു ബക്കറ്റ് വെള്ളം നിങ്ങൾ ഒഴിച്ചേക്കുക. അതോടുകൂടി ആ ഭൂമി ശുദ്ധിയായി. മറ്റൊരു ഹദീസിൽ കാണാം, നിങ്ങൾ അയാളുടെ മൂത്രം മുറിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ ആ തുസ്രിമു, നിങ്ങൾ അയാളുടെ മൂത്രം മുറിക്കരുത് എന്നുവരെ മുത്തുനബി പറയുകയാണ്, ഇടപെടുകയാണ്. ഫഇന്നമാ ബുഇസ്തും മുയസ്സിരീൻ വലം തുബഅസു മുഅസ്സിരീൻ. നിങ്ങളെ കാര്യങ്ങളെ എളുപ്പത്തോടുകൂടെ കൈകാര്യം ചെയ്യുന്നവരായിട്ടാണ് അള്ളാഹു പഠിച്ചത്. കാര്യങ്ങളെ പ്രയാസപ്പെടുത്തി കൈകാര്യം ചെയ്യാൻ അള്ളാഹു നിങ്ങളെ അയച്ചിട്ടില്ല. ഇങ്ങനെയല്ല കാര്യങ്ങളെ നിങ്ങൾ സമീപിക്കേണ്ടത്. എളുപ്പമുള്ള മാർഗത്തിലൂടെയാണ് നിങ്ങൾ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടേണ്ടത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച് അവരോട് സംയമനം പാലിക്കണമെന്ന് പഠിപ്പിച്ച മുത്തുനബിക്ക് പള്ളിയിൽ വന്ന് വലിച്ചു കയറ്റി മൂത്രമൊഴിച്ച ആളെ നോക്കിയിട്ട് അയാളെ തല്ലാനൊരുങ്ങുന്നവരോട് അരുത്, നിങ്ങൾ അയാളുടെ മൂത്രം മുറിക്കരുത്, അത് പാതകമാണ്, ആ സ്ഥലം നമുക്ക് ശുദ്ധിയാക്കിയാൽ ശുദ്ധിയാക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അയാൾ പോകുമ്പോൾ അയാളെ വിളിച്ചിട്ട് പള്ളി ഇത്തരം സംഗതികൾക്കുള്ളതല്ല മോനെ, ഇനി മേലാലിൽ ഇത്തരം സംഗതികൾ ആവർത്തിക്കരുത് കേട്ടോ എന്ന് അയാളെയും ഉപദേശിക്കുന്ന നബിതങ്ങൾ ഈ കാര്യം ഇത്രയും സന്തോഷകരമായി കൈകാര്യം ചെയ്യാൻ, അപകടമില്ലാത്ത വിധം പ്രായോഗികമായിട്ടത് കൈകാര്യം ചെയ്യാൻ മുത്തുനബിക്ക് സാധിച്ചത് അള്ളാഹു പറഞ്ഞ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അലം നശ്റഹ് ലക സദ്റക്. ഏതു വലിയ വിഷയങ്ങളെയും അതിജയിക്കാനും നേരിടാനും പക്വതയോടെ അതിൽ തീരുമാനങ്ങൾ കാണാനും സമീപനങ്ങൾ രൂപപ്പെടുത്താനും ഒക്കെ നബിയെ തങ്ങളുടെ ഹൃദയത്തെ തങ്ങൾക്ക് നാം വിശാലമാക്കി തന്നില്ലേ? ഹൃദയ വിശാലതയുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇനി ഇതേ ആയത്തിന് തന്നെ മറ്റൊരർത്ഥമുണ്ട്. അലം നശ്റഹ് ലക സദ്റക്. നബിയെ തങ്ങളുടെ നെഞ്ച് തങ്ങൾക്ക് നാം കീറിത്തന്നില്ലേ എന്നൊരർത്ഥം. നബി തങ്ങളുടെ ഹാർട്ട് ഓപ്പറേഷൻ പല തവണകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹാർട്ട് ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.